Hi dear students, good afternoon. Today we are going to study the next episode of Hindi chapter Kabutar और मधुमक्खी. तो कहने क्लास ले कबूतर और मधुमक्खी ഗതയ്ക്ക് സൂചിപ്പിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വേണം കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോറി പഠിക്കാം. അപ്പം എന്താണ് കബൂത്തർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്താണ് കബൂത്തർ? പ്രാവിനെയാണ് നമ്മൾ കബൂത്തർ എന്ന് പറയുന്നത്. പ്രാവ്. മധുമക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? തേനീച്ച അല്ലെങ്കിൽ ഈച്ച, ബി. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോറിയാണ് മേഡം പറയാൻ പോകുന്നത്. അപ്പോൾ ഹിന്ദിയിലെ നമ്മുടെ ചാപ്റ്ററിൽ ഒരു കബൂത്തറിൻ്റെയും മധുമക്കിയുടെയും സ്റ്റോറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കബൂത്തർ എന്താണെന്ന് മേഡം പറഞ്ഞു. എന്താണ് കബൂത്തർ? പ്രാവാണ്. മധുമക്കി എന്ന് പറഞ്ഞാൽ ബി. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കബൂത്തർ ഔർ മധുമക്കി. मधुमक्खी. കബൂത്തർ और മധുമക്കി. അപ്പൊ കബൂത്തർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്രാവ്. മധുമക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച. ഓക്കെ. മധുമക്കി എന്ന് പറയുമ്പോൾ തേനീച്ച. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ചാപ്റ്റർ വായിക്കാം, കേട്ടിരുന്നോളൂ. जंगल में नदी के किनारे एक पेड़ पर कबूतर और मधुमक्खी रहते थे. जंगल में नदी के किनारे, ജംഗിൾ എന്ന് പറഞ്ഞത് വനം. വനത്തില് നദിയുടെ സമീപത്തായിട്ട് एक पेड़ पर, ഒരു മരത്തില്. പേട് എന്ന് വെച്ചാൽ ട്രീ. ജംഗിൾ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ്. പ്രാവ് പീജിയൻ എന്ന് കൂടി പറയാം കേട്ടോ. മധുമക്കി എന്ന് പറഞ്ഞാല് ബി ആണ്. ഹണിബി. മധുമക്കി, ഹണിബി. അപ്പോൾ ജംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ്. ജംഗിൾ ഫോറസ്റ്റ്. ജംഗിൾ ഫോറസ്റ്റ്. നദി റിവർ. റിവർ. പേട് എന്ന് പറഞ്ഞാൽ ട്രീ ആണ്. പേട്, ട്രീ. ओके. जंगल में नदी के किनारे एक पेड़ पर कबूतर और मधुमक्खी रहते थे. जंगल, जंगल പറഞ്ഞാൽ ഫോറസ്റ്റ്. ഫോറസ്റ്റ് വനം. കാട്. കാടിനടുത്ത് എന്തുണ്ടായിരുന്നു? നദിക്ക് കിനാരെ, നദിയുടെ സമീപത്തായിട്ട് एक पेड़ पर, ഒരു മരത്തിന് മുകളിൽ. മരത്തിൽ എന്തുണ്ടായിരുന്നു? കബൂത്തർ और मधुमक्खी रहते
സമീപത്തായിട്ടായിരുന്നു. ജംഗിൾ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. एक बार मधुमक्खी नदी में गिर गई. ഒരു തവണ മധുമക്കി എന്ത് ചെയ്തു? ഈച്ച വെള്ളത്തിൽ വീണുപോയി. നദീമേ गिर गई. पानी के तेज बहाव के कारण वह पानी में डूबने लगी. पानी के तेज बहाव के कारण വെള്ളത്തിന്റെ ആ ഒഴുക്ക് കൊണ്ട്, വെള്ളത്തിന്റെ സ്പീഡിലുള്ള ആ ഒഴുക്ക് കൊണ്ട് ബഹു പാനി മേ ഡൂബനെ ലഗി, വെള്ളത്തിലേക്ക് മുങ്ങി താഴുവാൻ വേണ്ടി തുടങ്ങി. നദി के किनारे वृक्ष पर एक कबूतर बैठा था. നദി के किनारे, നദിയുടെ സമീപത്തായിട്ടുള്ള ഒരു മരത്തില് ആരിപ്പുണ്ടായിരുന്നു? ഈ പ്രാവ് ഇരിപ്പുണ്ടായിരുന്നു. उसने मधुमक्खी को डूबने देखा तो तुरंत एक पत्ता उसके आगे डाल दिया. ഓടി വന്ന് ആ തേനീച്ച ആ വെള്ളത്തിലേക്ക് വീണുപോയി. ആ വീണപ്പോ എന്ത് ചെയ്യും? വെള്ളത്തിലെ ആ ഒഴുക്ക് കാരണം ആ തേനീച്ച ആ വെള്ളത്തിലേക്ക് മുങ്ങി താഴുന്ന കണ്ടിട്ട് എന്ത് ചെയ്തു? ഈ പ്രാവ് ഓടിപ്പോയി പത്ത എന്ന് പറഞ്ഞാൽ ലീഫ്, ഇല കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. മധുമക്കി उस पत्ते पर चढ़ गई. मधुमक्खी എന്ത് ചെയ്തു? ആ ഇലയുടെ പുറത്തേക്ക് കയറി. कबूतर ने पत्ता चोंच में दबाकर किनारे पर रख दिया. इस तरह मधुमक्खी डूबने से बच गई. എന്ത് ചെയ്തു? ഈ കബൂത്തർ, ഈ പ്രാവ് വന്നിട്ട് ഇല വെള്ളത്തിൽ നിന്ന് വലിച്ച് കരയ്ക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോഴെന്ത് ചെയ്തു? ദബാക്കർ കിനാരെ, നദിയുടെ സമീപത്തായിട്ട് കയറി ഈ വെള്ളത്തിൽ നിന്ന് മുങ്ങി താഴാതെ രക്ഷപ്പെട്ടു. ഈ സ്ഥലം മധുമക്കി ഡൂബനെ സെ ബച്ച് ഗയി. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു? തേനീച്ച രക്ഷപ്പെട്ടു. അപ്പൊ ഒന്നുകൂടി വായിക്കാം. എന്തായിരുന്നു കഥ? നദിയുടെ ജംഗിൾ, ഫോറസ്റ്റിന്റെ അടുത്തൊരു മരത്തില് ആരൊക്കെയായിരുന്നു സുഹൃത്തുക്കളായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്? ഒരു ഈച്ചയും തേനീച്ചയും പ്രാവുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഒരു തവണ മധുമക്കി എന്ത് ചെയ്തു? ഈ വെള്ളത്തിലേക്ക് വീണുപോയി. ഈ വെള്ളത്തിലേക്ക് വീണുപോയ ഈ തേനീച്ച നദീമേ ഗിർ ഗയി. ഈ വെള്ളത്തിലേക്ക് വീണുപോയ തേനീച്ചയെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്ക് കാരണം ഈ തേനീച്ച വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് കബൂത്തർ എന്ത് ചെയ്തു? ഒരു ലീഫ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയും ആ ഇലയിലേക്ക് കയറുകയും ചെയ്തു. ഈ ഇലയിൽ കയറി പ്രാവ് എന്ത് ചെയ്തു? വലിച്ച് നദിയുടെ സമീപത്തായിട്ട് വലിച്ചടുപ്പിക്കുകയും അതിനുശേഷം അതിൽ നിന്ന് കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. जंगल में नदी के किनारे एक पेड़ पर कबूतर और मधुमक्खी रहते थे. एक बार मधुमक्खी नदी में गिर गई. पानी के तेज बहाव के कारण वह पानी में डूबने लगी. नदी के किनारे वृक्ष पर एक कबूतर बैठा था. उसने मधुमक्खी को डूबते देखा तो तुरंत एक पत्ता उसके आगे डाल दिया. वह मधुमक्खी उस पत्ते पर चढ़ गई. कबूतर ने पत्ता चोंच में दबाकर किनारे पर रख दिया. इस तरह मधुमक्खी डूबने से बच गई. एक दिन जंगल में एक शिकारी आया. उसने पेड़ पर बैठे कबूतर को निशाना बनाया. मधुमक्खी ने यह देखा तो शिकारी पर झपट पड़ी. उसने शिकारी के हाथ पर जोर से काट खाया. शिकारी का निशाना छुप गया. एक दिन मीन्स वन डे, ഒരു ദിവസം ജംഗൽ में एक शिकारी आया. വനത്തിലൊരു ശിക്കാരി മീൻസ് വേട്ടക്കാരൻ. വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കുന്നയാളാണ് വേട്ടക്കാരൻ. शिकारी आया. उसने पेड़ पर बैठे कबूतर को निशाना बनाया. അദ്ദേഹം അമ്പുവില്ല് കണ്ടിട്ടില്ലേ? അതെടുത്ത് അമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആരുടെ നേർക്കാണ്? ഈ പ്രാവിന്റെ നേർക്ക്. മധുമക്കിനെ ദേക്കാത്തോ ശിക്കാരി पर झपट पड़ी. മധുമക്കി ഇത് കണ്ട് പെട്ടെന്ന് എന്ത് ചെയ്തു?
उसने शिकारी के हाथ पर जोर से काट खाया. കയ്യിൽ ഓടി വന്നു കടിച്ചു. शिकारी का निशाना चूक गया. ശിക്കാരിയുടെ കൈ ഈ മധുമക്കി വന്ന് കടിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഉന്നം തെറ്റിപ്പോയി. അപ്പോഴത്തേക്കും പ്രാവ് ഇത് കണ്ട് രക്ഷപ്പെട്ട് പറന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കിയേ, കബൂतर उड़ गया, उसकी जान बच गई. शिकारी देखता ही रह गया. मक्खी ने कबूतर की जान बचाकर अपने ऊपर किए गए उपकार का बदला चुका दिया. എന്ത് ചെയ്തു? ശിക്കാരി ഇത് കണ്ട് उसकी जान बच गया. शिकारी देखता ही रह गया. എന്ത് ചെയ്തു? കയ്യിൽ കടിച്ചപ്പോൾ അതിന്റെ ഉന്നം തെറ്റി പോവുകയും ചെയ്തു. ശിക്കാരി പ്രാവിനെ പിന്നെ കണ്ടതുമില്ല. പ്രാവ് എന്ത് ചെയ്തു? മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ചതിന് മധുമക്കി ഒരു പ്രത്യുപകാരം ചെയ്തു. कबूतर की जान बचाकर अपने ऊपर किए गए उपकार का बदला चुका दिया. इस कहानी से हमें यह शिक्षा मिलती है कि कर फला हो फला. എന്താണ്? നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ അതിനൊരു പ്രത്യുപകാരം നമുക്ക് എപ്പോഴായാലും ലഭിക്കും. അപ്പം നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു നമ്മുടെ സ്റ്റോറി? എന്തായിരുന്നു? ഒന്നുകൂടി വായിക്കാം. कबूतर और मधुमक्खी. जंगल में नदी के किनारे एक पेड़ पर कबूतर और मधुमक्खी रहते थे. एक बार मधुमक्खी नदी में गिर गई. पानी के तेज बहाव के कारण वह पानी में डूबने लगी. नदी के किनारे वृक्ष पर एक कबूतर बैठा था. उसने मधुमक्खी को डूबते देखा तो तुरंत एक पत्ता उसके आगे डाल दिया. वह मधुमक्खी उस पत्ते पर चढ़ गई. कबूतर ने पत्ता चोंच में दबाकर किनारे पर रख दिया. इस तरह मधुमक्खी डूबने से बच गई. एक दिन जंगल में एक शिकारी आया. उसने पेड़ पर बैठे कबूतर को निशाना बनाया. मधुमक्खी ने यह देखा तो शिकारी पर झपट पड़ी. उसने शिकारी के हाथ पर जोर से काट खाया. शिकारी का निशाना छूट गया. कबूतर उड़ गया, उसकी जान बचाई. शिकारी देखते ही रह गया. मक्खी ने कबूतर की जान बचाकर अपने ऊपर किए गए उपकार का बदला चुका दिया. इस कहानी से हमें यह शिक्षा मिलती है कि कर फला हो फला. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ മീൻസ് എന്തായിരുന്നു? ഒരു മരത്തില് അല്ലേ, ഒരു വനം, ഒരു കാടിന്റെ അടുത്ത് ഒരു നദിയുടെ സമീപത്തായിട്ട് ഒരു മരത്തിലായിരുന്നു ആനൊക്കെ താമസിക്കുന്നത്. നമ്മുടെ പ്രാവും നമ്മുടെ ഹണിബിയും. അപ്പോൾ ഒരു തവണ എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് വീണ ഈ ഹണിബി എന്ത് ചെയ്തു? മുങ്ങി താഴുവാൻ, വെള്ളത്തിന്റെ ആ ഫോഴ്സ് കൊണ്ട് മുങ്ങി താഴുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ കബൂത്തർ വന്ന് ഒരു ഇല ഇട്ട് കൊടുക്കുകയും ഇലയിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് കയറുകയും ഇലയുടെ പുറത്ത് കയറിയിരുന്ന് ആ ഇല വലിച്ചു കൊണ്ടുവന്ന് കരക്കെത്തിക്കുകയും ചെയ്തു ഈ പ്രാവ് അല്ലേ. അങ്ങനെ അതിന്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ ഇതിന്റെ ജീവൻ രക്ഷിച്ച സമയത്ത് എന്തുവാ സംഭവിക്കുന്നേ? രണ്ടാമത്, ഒരു ദിവസം ജംഗിൾ ഫോറസ്റ്റിൽ ഒരു വേട്ടക്കാരൻ എത്തുകയും ആ വേട്ടക്കാരൻ എന്ത് ചെയ്തു? ഈ മരത്തിലിരിക്കുന്ന പ്രാവിനെ കാണുകയും അതിനെ അമ്പെയ്ത് വീഴ്ത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഈ മധുമക്കി വന്നിട്ട് കയ്യിൽ കടിക്കുകയാണ്. നല്ലതുപോലെ മുറുകെ കടിച്ചപ്പോൾ ആ വേട്ടക്കാരൻ്റെ ശിക്കാരി എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റുകയും ഇത് പ്രാവ് കാണുകയും പ്രാവ് പറന്നുപോയി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ उसकी जान बच गई. शिकारी देखते ही रह गया. मक्खी ने कबूतर की जान बचकर अपने ऊपर किए गए उपकार का बदला चुका दिया. തനിക്ക് ചെയ്ത ഉപകാരത്തിന് ഒരു പ്രത്യുപകാരം ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്?
അപ്പൊ എന്താണ് नीचे दिए प्रश्नों के उत्तर दो യിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നദി മേ कौन गिरा ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നദി മേ कौन गिरा नदी में कौन गिरा ആരാണ് വീണത് നദിയിലെ മധുമക്കി മധുമക്കി കബൂതർ കഹാ ബൈഠാ था കബൂതർ എവിടെയാണ് ഇരുന്നത് एक पेड़ पर वृक्ष पर वृक्ष पर बैठा था वन वर्ड ആയിട്ട് എഴുതുവാണ് कबूतर वृक्ष पर बैठा था नदी में कौन गिरा नदी में मधुमक्खी गिरा നദിയിൽ ആരാണ് വീണത് നദിയിൽ വീണത് ആരാണ് നദിയിൽ വീണത് മധുമക്കി തേനീച്ചയാണ് വീണത് कबूतर कहाँ बैठा था कबूतर वृक्ष पर बैठा था മരത്തിലായിരുന്നു ഇരുന്നത് कबूतर ने मधुमक्खी के सामने क्या डाला कबूतर ने ഒന്നുകൂടി പറയാ നദി എന്ന് പറഞ്ഞാല് റിവർ നദിയിൽ ആരാണ് വീണത് കോൺ വെച്ചാൽ ആരാണ് വീണത് ഗിര നദി മേ മധുമക്കി തേനീച്ചയാണ് വീണത് കബൂതർ കഹാ ബൈഠാ ഥാ കബൂതർ എവിടെയാണ് ഇരിക്കുന്നത് കബൂതർ വൃക്ഷ पर മരത്തിന്റെ മുകളിലാണ് ഇരുന്നത് थर्ड क्वेश्चन എന്താണ് कबूतर ने मधुमक्खी के सामने क्या डाला कबूतर ने मधुमक्खी मधुमक्खी के सामने मधुमक्खी के सामने क्या डाला एक പത്താ एक വേണോ एक എന്ന് പറഞ്ഞാൽ പത്താന്ന് പറഞ്ഞാൽ ഇല്ല कबूतर ने मधुमक्खी के सामने क्या डाला कबूतर ने मधुमक्खी के सामने एक पत्ता डाला पत्ता എന്ന് പറഞ്ഞാൽ എന്താണ് ഇലയാണ് ഇട്ട് കൊടുത്തത് മധുമക്ഷിയുടെ അടുത്തേക്ക് പ്രാവ് എന്താണ് എന്താണ് ഇട്ട് കൊടുത്തത് एक पत्ता ഒരു ഇല जंगल में कौन आया
ശിക്കാരി എന്ന് പറഞ്ഞാൽ ആരാണ്? വേട്ടക്കാരൻ. ശിക്കാരി. कबूतर ने मधुमक्खी के सामने क्या डाला? എന്താണ് ഇട്ടു കൊടുത്തത്? एक पत्ता डाला. जंगल में कौन आया? വനത്തിലേക്ക് ആരാണ് വന്നത്? ശിക്കാരി. ശിക്കാരി എന്ന് പറഞ്ഞാല് ആരാണ്? വേട്ടക്കാരൻ. അപ്പൊ നമ്മുടെ സ്റ്റോറി ഇഷ്ടമായെന്ന് നിങ്ങളെ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇവിടെ 4 ക്വസ്റ്റ്യൻ ആൻസറും കൂടെ മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാവരും നോട്ട്സ് വാട്സാപ്പിൽ നോട്ട്സ് തരുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ ചിൽഡ്രൻ, ലെറ്റ് us wind up the class. See you tomorrow. ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് കുറച്ച് പോർഷനും കൂടെ ഉള്ളൂ. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ജംഗൽ മേ കോൻ ആയ എന്നാണ് നമ്മൾ പറഞ്ഞത്. ജംഗൽ മേ കോൻ ആയ? ജംഗൽ മേ ശിക്കാരി ആയ. ജംഗൽ മേ ശിക്കാരി ആയ. ജംഗൽ മേ ആരാണ് വന്നത്? ശിക്കാരി. ശിക്കാരി എന്ന് പറഞ്ഞാൽ ആരാണ്? വേട്ടക്കാരൻ, ഹണ്ടർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ശിക്കാരി ने किसे अपना निशाना बनाया? शिकारी ने किसे अपने निशाना चुग गया? आराना. शिकारी ने किसे अपना निशाना बनाया? ആരിലേക്കാണ് അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധ കൊണ്ടുപോയത്? കബൂത്തർ. കബൂത്തറിലേക്കല്ലേ? മരത്തിന്റെ മുകളിൽ ഇരുന്ന് അമ്പയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ആരെയാണ്? നിശാന. കോൺ നിശാന ബനായ? കബൂത്തർ സേ. കബൂത്തർ പ്രാവിനെയാണ് ഉന്നം വെച്ചത്. ആരെയാണ്? പ്രാവിനെയാണ് ഉന്നം വെച്ചത്. शिकारी ने किसे अपना निशाना बनाया? कबूतर. कबूतर ने निशाना बनाया. നെക്സ്റ്റ് എന്താണ്? ഏക് ഔർ അനേക്. ഒന്നും അതിൽ കൂടുതലും. ഏക് എന്ന് വെച്ചാൽ ഒന്ന്, ഔർ അനേക്. അനേക് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ. ഏക് ഔർ അനേക്. ഗധ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താണ് ഈ ഗധ? ഗിത എന്ന് പറഞ്ഞാൽ ഡോങ്കിയാണ്. ഡോങ്കി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഡോങ്കിനെ നമ്മൾ എന്ത് പറയും? ഗധേ. നമ്മൾ ഏഴ മാത്ര പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഏഴ മാത്ര? ഏഴ മാത്ര എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ? അയ്യുടെ മാത്ര എങ്ങനെയാണ്? 2 വരെയാണ്. ഓക്കെ, ഐ. ഒന്നിൽ കൂടുതൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏയുടെ മാത്ര ചേർത്ത് എഴുതുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്താണ്? സന്ദര. എങ്ങനെയാണ് എഴുതുന്നത്? സന്ദര. സന്ദര, സന്ദരേ. സന്ദര, സന്ദരേ. നെക്സ്റ്റ് മുർഗ. മുർഗ, മുർഗി.
मुर्गा मुर्गे. Next bagula begula begule. begula begule. केला केला केले. केला केले. താര താര എന്ന് പറഞ്ഞാൽ ആരാണ്? നക്ഷത്രങ്ങൾ. എന്താണ്? നക്ഷത്രങ്ങൾ. താര താരെ. ലഡ്ക ലഡ്കെ. ലഡ്കെ ലഡ്ക ലഡ്കെ. ഓക്കെ. അപ്പൊ ഗധ എയുടെ മാത്രം ചേർത്ത് എഴുതുമ്പോ ഗധേ സന്ദര സന്ദരേ മുർഗ മുർഗേ ബഹുല ബഹുലേ കേല കേലേ താര താരേ. നക്ഷത്രങ്ങൾ. ലഡ്ക ലഡ്കേ. ലഡ്ക എന്ന് പറയുമ്പോ ആൺകുട്ടി, ലഡ്കേ എന്ന് പറയുമ്പോ പെൺകുട്ടി. ഗധ ഗധേ സന്ദര സന്ദരേ മുർഗ മുർഗേ ബഹുല ബഹുലേ കേല കേലേ താര താരേ ലഡ്ക ലഡ്കെ. ഐയുടെ മാത്ര ചേർത്ത് എഴുതണം. ഇവിടുത്തെ ഏത് മാത്രമാണ് അതിന് മാറുന്നത്? ആയുടെ മാത്ര മാറും. ആയുടെ മാത്ര ഏതാണ്? എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ളത് ഏത് മാത്രയായി മാറും? എയുടെ മാത്രയിലേക്ക് മാറും. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് ഏതാണ്? മുർഗി. മുർഗി മുർഗിയ. മുർഗി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുർഗി എന്ന് പറഞ്ഞാൽ കോഴിയാണ്. പിടക്കോഴിയെ നമ്മൾ മുർഗി എന്ന് പറയും. മുർഗിയ. മുർഗിയ. നെക്സ്റ്റ് ബക്കരി ആടാണ്. ബക്കരിയ ഒന്നിൽ കൂടുതൽ. ബക്കരിയ. നെക്സ്റ്റ് ലഡ്കി ലഡ്കി ലഡ്കിയ. लड़की लड़कियां. रोटी रोटी रोटियां. रोटी रोटियां. वो मुर्गी मुर्गियां. बकरी बकरियां. लड़की लड़कियां. रोटी रोटियां. पत्ती पत्तियां. पत्ती पत्तियां. पत्ती पत्तियां. ഇടത് സൈഡിലേക്ക് വള്ളി പോവുകയാണ്. ഈയുടെ മാത്രയിൽ നിന്നും ഈ എന്നുള്ള മാത്രമാവും. അതിനുശേഷം എന്തായി മാറും? ഈയുടെ മാത്രയിൽ നിന്നും ഈയിലേക്ക് പോവുകയും യാം ചേർത്ത് എഴുതുകയും
ക്രോക്കേരിയ. പിന്നെ കഠോരി. കഠോരി ചെറിയ ബോളിന് പറയുന്നതാണ് കഠോരി. കഠോരി, കഠോരിയ. കഠോരി, കഠോരിയ.